അക്വാഗീനറി ഓർഗാനിക് ഫാമിന്റെ വെറൈറ്റി സ്ലൈഡ്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് അറിയണ്ടേ? ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കാർവിംഗിനെ കുറിച്ചുള്ള വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. വിവാഹ പാർട്ടികൾക്കും ബർത്ത്ഡേക്കും മറ്റു ഫംഗ്ഷനുകൾക്കെല്ലാം പലതരം കാർവിങ്ങുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ട കൊണ്ട് കോഴിക്കുഞ്ഞുങ്ങളെയും വെള്ളരിക്ക കൊണ്ട് കോഴിയെയും നമുക്കുണ്ടാക്കാം. കോഴിയും കുഞ്ഞുങ്ങളെയും മാത്രമല്ല കേട്ടോ, നമ്മൾ വാട്ടർ മെലനും ക്യാരറ്റും ഉപയോഗിച്ചുകൊണ്ട് ഒരു ആമയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. എങ്കിൽ ഈ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാവരും കാണണം. ഫ്രണ്ട്സ്, കഥ ഇവിടെ തുടങ്ങുകയാണ്. അതിനു മുമ്പ് നിങ്ങളെ കുറിച്ച് മെറ്റീരിയൽസ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. My dear friends, don't use knife without permission from parents. ഇതുപോലെയുള്ള ടൂൾസ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ പാരൻസിന്റെ പെർമിഷനോടെ വേണം ഉപയോഗിക്കാൻ. ദിസ് ഈസ് നൈഫ് ഷാർപ്പർ. നമുക്ക് ഈ നൈഫ് ഒന്ന് ഷാർപ്പ് ചെയ്തെടുക്കാം. ഈ ആവശ്യത്തിലേക്കായി ഞങ്ങൾ 2 കട്ടിംഗ് ബോർഡ് ഇവിടെ എടുക്കുകയാണ്. കോഴിയുടെ കഥ പറയാനായി ഒരു കുക്കുംബർ, ഗൂസ്ബെറി, എഗ്സ്, ടൂത്ത് പിക്ക്, ക്യാരറ്റ്, മസ്റ്റാർഡ് സീഡ്സ് ആൻഡ് ബ്ലാക്ക് പെപ്പർ. ആമയുടെ കഥ പറയാനായി ഡാർക്ക് വാട്ടർമെലൻ, some carrots, black pepper, chewed bake. ഞാൻ എടുത്ത ഈ എഗ്സ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാനായി അമ്മയെ ഏൽപ്പിക്കുകയാണ്. ആദ്യം തന്നെ ഈ വെള്ളരിക്കയെ നമുക്കൊന്ന് സ്റ്റഡിയായി നിർത്താം. ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത പീസ് കൊണ്ട് കോഴിയുടെ ടെയിൽ ഉണ്ടാക്കാനുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് മാറ്റിവെക്കാം. ഈ കാണുന്ന ഡിസൈൻ പോലെ കുക്കുംബറിൻ്റെ 3 സൈഡും ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നൈസായി സ്ലൈസ് ആയി എടുക്കണം. നമ്മൾ ആദ്യം മുറിച്ച ചെറിയ പോർഷൻ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ടെയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കോഴിക്ക് തല വേണ്ടേ, അതിനായി ഞാനൊരു ക്യാരറ്റ് എടുക്കുവാണ്. കോഴിയുടെ കണ്ണിന് വേണ്ടി നമ്മളിവിടെ കുഞ്ഞു തുളയ്ക്കുകയാണ്. ഫ്രണ്ട്സ്, ഞാനൊരു ബോളിൽ ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷ് ആയിരിക്കാൻ വേണ്ടി നമുക്ക് ഐസ് വാട്ടറിലേക്ക് ഇടാം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ബോയിൽഡ് എഗ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നടുവേ ഒന്ന് മുറിച്ചെടുക്കാം. ഇതിൻ്റെ ഉണ്ണി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഈ ഉണ്ണി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് സോഫ്റ്റ് ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഉണ്ണിക്ക് യെല്ലോ കളർ കിട്ടാൻ ഞാൻ കുറച്ച് ഫുഡ് കളർ യൂസ് ചെയ്യുന്നു. ഇനി നമുക്കൊരു പ്ലാസ്റ്റിക് കൂട് എടുക്കാം. ഇതിന് നടുക്ക് ചെറിയൊരു ഹോൾ ഇടാം. ഈ ഉണ്ണി നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ പറഞ്ഞ പോലെ ഉണ്ണി ഇതായി കവറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ സ്ലൈസ് ചെയ്ത ഈ മുട്ടയുടെ വെള്ളയിലേക്ക് ഈ ഉണ്ണി പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന മസ്റ്റാർഡ് സീഡ്സ് എടുത്ത് കോഴിക്കുഞ്ഞിൻ്റെ കണ്ണിന് വെച്ച് കൊടുക്കാം. ചിറകിന് വേണ്ടി നമ്മുടെ കട്ട് ചെയ്ത ക്യാരറ്റിൻ്റെ 2 പീസ് എടുക്കാം. ഈ ഒരു കാര്യം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കുഞ്ഞ് ഇവിടെ റെഡി. അതെന്താണെന്നറിയാമോ? കോഴിക്കുഞ്ഞിൻ്റെ ചുണ്ട്. നമ്മൾ കോഴിക്കുഞ്ഞിൻ്റെ ചുണ്ടിന് വേണ്ടി ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട്സ്, നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഫ്രണ്ട്സ്, നമ്മുടെ തള്ളക്കോഴീനെ ഇവിടെ റെഡിയാക്കണ്ടേ? ഈ സ്ലൈഡ്സസ് എടുത്ത് നമുക്ക് ലെയറായിട്ട് വെക്കാം. നമ്മുടെ കോഴിയുടെ തല ഐസിലിട്ട് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂവും കണ്ണും വെച്ച് കൊടുക്കാം. തലയുടെ മുകളിൽ നൈഫ് കൊണ്ടൊരു വര വരഞ്ഞ് ഈ ക്യാരറ്റ് പീസ് വെച്ചു കൊടുത്താൽ കോഴിത്തലയിലെ പൂവ് റെഡി, ഒപ്പം കോഴിയും റെഡി. നമ്മുടെ സെലു ദാ അവിടെ ആമ ഉണ്ടാക്കാൻ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു.
നമുക്കിനി സെലുവിനെ കേൾക്കാം. വാട്ടർ മെലൺ ഉരുണ്ടു പോകാതിരിക്കാൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ദാ ഇതുപോലെ. കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. വലിയ നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ പാരന്റിന്റെ സഹായം ഉറപ്പുവരുത്തണം. നമ്മൾ മുറിച്ചു മാറ്റിയ വാട്ടർ മെലന്റെ ഒരു സൈഡിൽ നിന്നും 1 ഇഞ്ച് മുകളിലേക്ക് മാറി ദാ ഇതുപോലെ ഒരു വര വരയ്ക്കാം. ദാ ഇതുപോലെ. ഇനി ഇത്രയും ഭാഗത്തെ ഗ്രീൻ കളറുള്ള തൊലികൾ നമുക്ക് റിമൂവ് ചെയ്യാം. ഇതുപോലെ ഓരോ സ്ക്വയർ കളങ്ങളാക്കി നമുക്ക് തിരിക്കാം. മുകളിൽ നടുഭാഗത്തായി ബോളിന്റെ പുറത്ത് കാണുന്ന 6 മുഖങ്ങളുള്ള ചതുരം പോലെ ഓരോ കളങ്ങൾ വെട്ടിയെടുക്കാം. ഗ്രീൻ കളർ മാത്രം റിമൂവ് ചെയ്താൽ മതി. ദാ ഇപ്പോൾ നമ്മളുടെ ആമയുടെ തോട് റെഡി. ഇനി നമുക്ക് തലയും കാലുകളും ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ ക്യാരറ്റ് ഉപയോഗിച്ച് ആമയുടെ തലയും കാലുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏകദേശം കോഴിയുടെ തല ഉണ്ടാക്കിയതുപോലെ തന്നെയാണ് ആമയുടെ തലയും നമ്മൾ ഉണ്ടാക്കുന്നത്. കണ്ണിന് വേണ്ടി ഞാനിവിടെ 2 തുള തുളച്ചിട്ടുണ്ട്. ഇത് ആമയുടെ ചുണ്ടാണ്. ഇനി നമുക്ക് ആമയ്ക്ക് കണ്ണ് വെച്ച് കൊടുക്കാം. ഒരു ക്യാരറ്റ് എടുത്ത് ചെരിച്ചും തിരിച്ചും 1 ഇഞ്ച് നീളമുള്ള ഓരോ പീസുകളാക്കുക. 2 ക്യാരറ്റിൽ നിന്നും 4 പീസുകൾ നമുക്കെടുക്കാം. ഇനി ഇത് ചെറിയ പീസുകൾ മുൻപിലെ കൈകൾക്കും വലിയ പീസുകൾ കാലുകൾക്കും ഉപയോഗിക്കാം. ദാ ഇതുപോലെ. ആമയുടെ കാലുകളും റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ആമയുടെ മുട്ടകൾക്ക് വേണ്ടി ഞാനിവിടെ കുറച്ച് നെല്ലിക്ക കൂടി എടുത്തിരിക്കുന്നു. കൂട്ടുകാരെ, നമ്മുടെ ആമയും കോഴിയും കോഴിക്കുഞ്ഞും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഷോയ്ക്ക് വേണ്ടിയുള്ളതാണ്, ആരും കഴിക്കല്ലേ. കാരണം നമ്മൾ ഇതിൽ മുട്ട സൂചി ഉപയോഗിച്ചിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഫുഡ് കളറും യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഞങ്ങൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ കരുതുകയാണ്. ഞങ്ങൾ ചെയ്യുന്ന വെറൈറ്റി വീഡിയോ കാണുവാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടണിലും കൂടെ അമർത്തുക. വെറൈറ്റി സ്ലൈഡ്സിന്റെ പുതിയ വീഡിയോകൾ കാണുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ.